സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക അടുക്കളയിൽ നിലത്ത് പായ വിരിച്ച് താഴെ കിടന്നുറങ്ങിയെന്നുള്ള കാര്യം വരുൺ മുത്തശ്ശി അറിയിക്കുവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ വരുണിന് സങ്കടമുണ്ടെന്ന് മുത്തശ്ശി തിരിച്ചറിയുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, വരുൺ നീ വിഷമിക്കാതിരിക്കുക, രാധികയുടെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പ്രിയങ്കയെ കൊണ്ട് തന്നെ രാധികയുള്ള മുറിവിരിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ അതിനായിട്ട് മുത്തശ്ശിയും വരണം കൂടി പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് മുത്തശ്ശി പ്രിയങ്കയെ ചോദ്യം ചെയ്യുവാണ്. നിന്റെ ചേച്ചി എവിടെയാണ് കിടന്നതെന്ന് നിനക്കറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പ്രിയങ്കയ്ക്കെല്ലാം സമ്മതിക്കേണ്ടി വരുവാണ്. പ്രിയങ്ക പറയണേ, അത് പിന്നെ ചെറിയമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതി. അന്നേരം മുത്തശ്ശി പറയണേ, അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവൾ എന്ത് പറഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. നീ ചെന്ന് നമ്മുടെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, ആ റൂം രാധികയ്ക്ക് വേണ്ടി റെഡിയാക്ക്, അവിടുത്തെ ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിക്കണം. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് തീരെ താല്പര്യമില്ലാതെ പ്രിയങ്ക റൂം റെഡിയാക്കാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് റൂമിൽ തിരിച്ചെത്തിയ പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുവാണ്. അവർക്ക് വേണ്ടി റൂം ഒരുക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ വരുൺ തന്നെയായിരിക്കും, വരുണായിരിക്കും അവർ ചേച്ചി അടുക്കളയിൽ കിടക്കുന്ന വരും മുത്തശ്ശി അറിയിച്ചതും. വരുണിനിൽ നിന്നും അകലാൻ ശ്രമിക്കുവാണല്ലേ, സമ്മതിക്കില്ല ഞാനതിന് എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെല്ലാം ദേഷ്യത്തിൽ അറിയുവാണ്. അപ്പോഴായിരിക്കും അവിടെയുള്ളൊരു മാഗസീനിൽ എന്തോ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ അത് കണ്ട് പ്രിയങ്ക സന്തോഷത്തോടെ അലമാരിൽ നിന്നും ഒരു സാരി എടുക്കുവാണ്. അതിങ്ങനെ ദേഹത്ത് വെച്ചിട്ട് പറയണേ, ഇനി മുതൽ എന്നിൽ നിന്ന് നീ കണ്ണെടുക്കില്ല, എന്നിൽ നിന്നും അകലാനാണ് നിന്റെ ശ്രമമെങ്കിൽ അടുപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്നും പറഞ്ഞ് വരുണിനെ ആകർഷിക്കാനായിട്ട് പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്ന രാധികേനെയാണ്. ഈ സമയം വരുൺ രാധികയെ മ്യൂസിക് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് രാധികയെ ബലമായി പിടിച്ച് കാറിൽ കയറ്റുവാണ് കേട്ടോ. അങ്ങനെ വരുണും രാധികയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം വരുണും രാധികയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വരുൺ രാധികയോടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുവാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, വരുൺ സ്നേഹിക്കേണ്ടത് വരുൺ താലി കെട്ടിയ പെണ്ണിനെ പ്രിയങ്കയാണ്. അത് കേൾക്കുന്നതും വരുൺ പറയണേ, ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയെ തന്നെയാണ് കേട്ടോ. ഞാൻ തന്നോട് എത്രയോ തവണ പറഞ്ഞു, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനോടാണ് എനിക്ക് സ്നേഹമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് ഓടിച്ചു വരുമ്പോഴേക്കും വരുൺ പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങനെ വളച്ചെടുക്കുവാണ്. അന്നേരം പെട്ടെന്ന് ബാലൻസ് പോകുമ്പോഴേക്കും രാധിക സ്റ്റിയറിങ്ങിലേക്ക് കൈകൊണ്ട് പിടിക്കുവാണ്. ആ സമയം വരുണും സ്റ്റിയറിങ്ങിൽ രാധികയുടെ കൈയുടെ മീതെ ഇങ്ങനെ കൈ പിടിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും പരസ്പരം പ്രണയത്തോടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.